നമ്മളിന്ന് നിൽക്കുന്ന ട്രാവൻകൂർ ഹോട്ടലിലാണ്. ഞാൻ ഇവിടുത്തെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഷെഫാണ്. നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ വെച്ചിട്ടുള്ള രസമാണ്. പൈനാപ്പിൾ രസം നമ്മൾ സദ്യക്കൊക്കെ കൊടുക്കുന്ന ഒരു സാധാരണ ഇത് തന്നെ, ഒരു വെറൈറ്റി ആയിട്ട് പൈനാപ്പിൾ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒരു 3 സ്പൂൺ, എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മസ്റ്റർഡ് സീഡ്, കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഉലുവ 1 ടീസ്പൂൺ, ഉണക്കമുളക് 2 ടീസ്പൂൺ, അതിലേക്ക് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പേസ്റ്റാണ്. ഇതിൽ കുരുമുളകുണ്ട്, ജീരകമുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചി, ഗാർലിക്, ചെറിയുള്ളി ഇതെല്ലാം ഉണ്ട്. ഇതൊരു 1 സ്പൂൺ. ഇതൊന്ന് ശരിക്കും നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോസാണ്, ടൊമാറ്റോയും ഇത് ഒന്ന് പേസ്റ്റ് ആകുന്നതുവരെ കുക്ക് ചെയ്യുക. ഇതൊന്ന് കുക്കായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ആഡ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ജ്യൂസും പൈനാപ്പിൾ ചോപ്പ് ചെയ്തതും നമുക്ക് ആഡ് ചെയ്യാം. പൈനാപ്പിൾ നമ്മൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് പുളി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് പാകത്തിന് ചൂടുവെള്ളം, ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കായപ്പൊടി പൗഡർ കായം ആഡ് ചെയ്യുക, 1/2 ടീസ്പൂൺ, മല്ലിയില ഗാർണിഷ്, ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യുക. നമ്മുടെ പൈനാപ്പിൾ രസം റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഇതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മൾ പൈനാപ്പിൾ രസം റെഡി ആയിരിക്കുകയാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പൈനാപ്പിൾ ജ്യൂസും പൈനാപ്പിൾ ചോപ്പ് ചെയ്തതും പിന്നെ സാധാരണ കായം രസത്തിന് ഉപയോഗിക്കുന്ന കടുക് അങ്ങനെയുള്ള സാധനം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് സദ്യക്ക് നല്ലൊരു വിഭവമാണ്.